തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്നതിൽ അവ്യക്തത തുടരുന്നു. പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ജാള്യത മറയ്ക്കാനാണെന്നും ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇത്തവണയും വെട്ടിക്കുറച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. സർക്കാരിന് 10,000 കോടി രൂപയോളം അധിക ചെലവുണ്ടാക്കുന്നതാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷനിലെ വർധനവ് നടപ്പിലാക്കാൻ മാത്രം പ്രതിമാസം 200 കോടിയോളം രൂപ വേണം. മൂന്നാം വട്ടവും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള പിണറായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് പക്ഷേ പണം എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം. ജനങ്ങളുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നതെന്നും ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. അതിന് വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി കൂടി വന്ന് 2-3 മാസം കൊടുത്താൽ മതിയല്ലോ. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികൾ വെട്ടിക്കുറച്ച് പ്രഖ്യാപനങ്ങൾക്കുള്ള പണം കണ്ടെത്തുമോ എന്ന ആശങ്കയും ശക്തമാണ്. കഴിഞ്ഞ വർഷം മിക്ക വകുപ്പുകളിലും 50% പദ്ധതികൾ ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയടക്കമുള്ള വിവാദങ്ങളെ ക്ഷേമ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്നാണ് മന്ത്രി ചിഞ്ചു റാണിയുടെ വാദം. അത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ, നവംബർ 1 ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ കാര്യമൊന്നും ഞങ്ങളിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നില്ല. അവരും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അവരും കേരളത്തിലെ ജനവിഭാഗങ്ങളാണ്. അതിൻ്റെ ലീഡേഴ്സ് അവരായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രതിദിന ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന ആശാമാരുടെ പ്രഖ്യാപനം ഇതിനിടയിലും സർക്കാരിന് കല്ലുകടിയായിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. PM ശ്രീ പരിശോധനയ്ക്ക് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചെങ്കിലും പദ്ധതി മരവിപ്പിക്കണമെന്ന കത്ത് കേന്ദ്രത്തിന് നൽകുന്നത് വൈകും. സമിതി പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമിതിയെ നിയോഗിച്ചത് CPM BJP ഡീലെന്ന് കോൺഗ്രസും പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കാനെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചു. CPIയുടെ എതിർപ്പ് പരിഹരിക്കാനുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയായാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. PM ശ്രീ കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കത്ത് നൽകുന്നതിൽ ഉപസമിതിയോ സർക്കാരോ ഇതുവരെയും തീരുമാനത്തിലെത്തിയിട്ടില്ല. ഉപസമിതി പരിശോധിച്ച ശേഷം തീരുമാനമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ PM ശ്രീയിലെ പിന്മാറ്റം കണ്ണിൽ പൊടിയിടാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇപ്പോൾ ഒപ്പുവച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? CPM BJP ഡീലെന്ന് KC വേണുഗോപാൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ആ എഗ്രിമെൻ്റ് പിന്നെ ഗവൺമെൻറ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് അവർ പറയുന്നത്? പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സർക്കാർ സ്കൂളുകളെ തകർക്കാനെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. CPIയും CPMും ധാരണയിലെത്തിയെങ്കിലും PM ശ്രീയിലെ വിവാദങ്ങൾ തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. PM ശ്രീയിലെ തർക്കം പരിഹരിച്ചതിൽ MA ബേബിയെ പ്രശംസിച്ച CPI. കേരളത്തിൽ ക്യാമ്പ് ചെയ്ത ബേബി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ AISF, AIYF പ്രതിഷേധം അതിര് കടന്നുവെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. PM ശ്രീയിലെ CPIയുടെ കടുത്ത എതിർപ്പ് സമവായത്തിലെത്തിച്ചതിന് പിന്നിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലായിരുന്നു. ഒരിക്കൽ പരാജയപ്പെട്ട അനുനയ ശ്രമത്തിന് പുതിയ ഫോർമുലയുണ്ടായതും ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. പ്രശ്നം പരിഹരിക്കപ്പെട്ടതോടെയാണ് MA ബേബിയെ പ്രശംസിച്ച് CPI രംഗത്തെത്തിയത്. മുഖപത്രമായ ജനയുഗത്തിൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു എഴുതിയ ലേഖനത്തിലാണ് MA ബേബിയെ പ്രശംസിക്കുന്നത്. ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുവെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുമായും CPI സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായും നിരന്തരം ഇടപെട്ടുവെന്നും പ്രകാശ് ബാബു ലേഖനത്തിൽ പറയുന്നു. നേരത്തെ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത ആളാണ് പ്രകാശ് ബാബു. ബേബി നിസ്സഹായനാണെന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ അന്നത്തെ പ്രസ്താവന. PM ശ്രീയിൽ ഇരു പാർട്ടികളും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും തുടർ നടപടികൾ അനുസരിച്ചാകും യുവജന സംഘടനകളുടെ അടുത്ത നിലപാടെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.
കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് സ്പോൺസറുമായി ഒപ്പുവെച്ച കരാറില്ല. ത്രികക്ഷി കരാറുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചെങ്കിലും കരാർ ഇതുവരെ പ്രാവർത്തികമാക്കാനായില്ല. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ അവകാശം നൽകണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തന്നെ തള്ളിയിരുന്നു. അതിനിടെ സ്റ്റേഡിയം സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അതിക്രമിച്ചു കയറിയെന്ന് കാണിച്ച് പോലീസ് കേസെടുത്തു. അർജന്റീനയുടെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് നടന്നത്. ഒക്ടോബർ 7 നടന്ന ഈ യോഗത്തിൽ നവീകരണ ചുമതല GCDAയ്ക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസർക്കുമായി നൽകി. 3 കൂട്ടരുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി നവീകരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ധാരണയായി. ഇതിനായി ത്രികക്ഷി കരാറുണ്ടാക്കാനും തീരുമാനിച്ചു. കരാറിന്റെ കരട് തയ്യാറാക്കി GCDA നിയമവകുപ്പിന് കൈമാറിയതല്ലാതെ തുടർ നടപടികളുണ്ടായില്ല. ഫലത്തിൽ കരാർ ഒപ്പുവെക്കാതെയാണ് സ്പോൺസർ കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നത്. മത്സരം നടത്തുന്നതിന് പുറമെയുള്ള അവകാശങ്ങൾ വേണമെന്ന് സ്പോൺസർ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ഇത് അനുവദിച്ചില്ല. ഒക്ടോബർ 17 മത്സരം കഴിയുന്ന മുറയ്ക്ക് സ്റ്റേഡിയത്തിൽ സ്പോൺസർക്ക് അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. മത്സര സ്വഭാവത്തിലുള്ള ടെൻഡറില്ലാതെ കോടികളുടെ വരുമാന സാധ്യതയുള്ള മത്സരം നടത്തിപ്പ് ആൻഡോ അഗസ്റ്റിൻ എന്ന സ്പോൺസർക്ക് എങ്ങനെ കൈമാറിയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയതിനെക്കുറിച്ച് സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് GCDAയും ഗവൺമെൻറ്റും ഒരു കരാറില്ലാതെ 70 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത്? ആർക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത്? ആരുമായിട്ടാണ് എഗ്രിമെൻറ്റ്? ഇവരാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെങ്കിൽ അവിടെ ഒരു ഗ്രൗണ്ട് പണിതോന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക, എഗ്രിമെൻറ്റും വേണ്ട. ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ നവംബർ 30-നകം സ്റ്റേഡിയം നവീകരിച്ച് കൈമാറണമെന്ന് GCDA സ്പോൺസർക്ക് നിർദ്ദേശം നൽകി. അതിനിടെ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കടന്നുവെന്ന് കാട്ടി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. MK ഷുക്കൂർ, മീഡിയ 1 കൊച്ചി. സംസ്ഥാനത്തെ നെല്ല് സംഭരണം വീണ്ടും പ്രതിസന്ധിയിൽ. നെല്ല് സംഭരണത്തിൽ സർക്കാരിന്റെ തുടർ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് മില്ലുടമകൾ അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി. വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന മില്ലുടമകളുടെ നിലപാട് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയുണ്ടായ പ്രതിസന്ധികളിൽ സർക്കാർ ഉദാര സമീപനമാണ് സ്വീകരിച്ചത്. തുടർ ചർച്ചയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. തുടർന്ന് അവരുമായി ഒന്നിലധികം തവണ ഞങ്ങൾ തന്നെ സംസാരിച്ചു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയെ സംബന്ധിച്ചാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. അതനുസരിച്ച് മുഖ്യമന്ത്രി സമയം കണ്ടെത്തി ഇന്നലെ അവരുമായി സംഘടനാ നേതാക്കന്മാരുമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുകയുണ്ടായി. ഞങ്ങൾ അവരുമായി വീണ്ടും ചർച്ച ചെയ്യും. ആവശ്യമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർഷകരുടെ പ്രയാസം അകറ്റുകയാണ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമായ ലക്ഷ്യം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 3 മണിയോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികളാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു. 2 ദിവസമാണ് ഇരുവരെയും അന്വേഷണ സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. ഗൂഢാലോചനയെക്കുറിച്ചും കൊള്ളയുടെ നടത്തിപ്പിനെക്കുറിച്ചും ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് കൊള്ളയ്ക്കായി സഹായിച്ചതെന്ന വിവരവും കൈമാറിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. മുരാരി ബാബുവിനെ കൂടാതെ ദേവസ്വം ബോർഡിലെ 8 ഉദ്യോഗസ്ഥരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇവരെയും വൈകാതെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചേക്കും. രേഖകളിൽ സ്വർണ്ണപ്പാളികളെന്നത് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കണ്ടിരുന്നുവെന്നായിരുന്നു മുരാരി ബാബു മൊഴി നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം. കോഴിക്കോട് 6 വയസ്സുകാരി അതിഥിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം വീതം പ്രതികൾ പിഴയടയ്ക്കണം. ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 കുട്ടിയെ പ്രതികൾ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. വിധിയിൽ സന്തോഷമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. 2013 അതിഥി എന്ന 6 വയസ്സുകാരി അതിക്രൂര മർദ്ദനത്തെ തുടർന്ന് മരിക്കുന്നത്. പിതാവ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംല ബീഗവും നിരന്തരം മർദ്ദിക്കുകയും മതിയായ ഭക്ഷണം നൽകാതെ കുട്ടികളെ പട്ടിണിക്കിടുകയും പതിവായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ശരീരത്തിൽ 19 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. 10 വയസ്സുകാരനായ സഹോദരൻ മർദ്ദനം സംബന്ധിച്ച് പോലീസിന് നൽകിയ മൊഴിയും നിർണായകമായി. എന്നാൽ കൊലക്കുറ്റത്തിൽ നിന്ന് കോഴിക്കോട്ടെ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടു. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ പോയത്. അപൂർവങ്ങളിൽ അപൂർവമാണ് കുറ്റകൃത്യമെന്നും വധശിക്ഷ വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എങ്കിലും ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചത്. കഷ്ടി 6 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ ക്രൂരപീഡനം സ്വന്തം അച്ഛൻ്റെയും സ്റ്റെപ്പ് മദറുടെ അടുത്തുനിന്നും ഏൽക്കേണ്ടി വന്നത്. താഴത്തെ വിധി
വെറുതെ വിട്ട വിധി 302 വെറുതെ വിട്ട വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത അപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് രണ്ടുപേർക്കും കൊടുത്തു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയ വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. സൈബർ സെൽ സഹായത്തോടെ ഇരുവരെയും ഇന്നലെ നടക്കാവ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മീഡിയ 1 കൊച്ചി. പഹൽഗാം ഭീകരാക്രമണ കേസിൽ NIA ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഭീകരരെ സഹായിച്ച 2 പ്രദേശവാസികളെയും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയും പ്രതി ചേർത്താണ് കുറ്റപത്രമെന്ന് സൂചന. അന്വേഷണം പൂർത്തിയാക്കാൻ സെപ്റ്റംബർ 18-ന് ജമ്മു കോടതി 45 ദിവസത്തെ സമയം നീട്ടി നൽകിയിരുന്നു. ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ഭീകരരെയും സുരക്ഷാസേന വധിച്ചിരുന്നു. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. വായു ഗുണനിലവാര സൂചിക 400 കടന്നു. കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ ഡൽഹിയിൽ രാഷ്ട്രീയ പോരും ശക്തമായി. ദീപാവലിക്ക് പിന്നാലെ രൂക്ഷമായ വായു മലിനീകരണത്തിൽ നിന്ന് ഇതുവരെ രാജ്യതലസ്ഥാനം മുക്തമായിട്ടില്ല. ഡൽഹിയിലെ 38 നഗരങ്ങളിൽ 30ഇടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലാണ്. ആനന്ദ് വിഹാറിൽ ഇത് 400 കടന്നു. കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ വരും ദിവസങ്ങളിലും മലിനീകരണം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം കൃത്രിമ മഴയെ ചൊല്ലി BJP ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പോര് രൂക്ഷമാണ്. 64 ലക്ഷം രൂപയാണ് ഒന്നാംഘട്ട ക്ലൗഡ് സീഡിംഗിനായി ഡൽഹി സർക്കാർ ചെലവഴിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. മീഡിയ 1 ഡൽഹി. സംഘർഷത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച കോഴിക്കോട് അമ്പായത്തോടിലെ അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതിൽ തീരുമാനമെന്നുണ്ടാകും. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക. ജില്ലയിലെ ഏക അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയായ ഫ്രഷ് കട്ട് അനിശ്ചിതമായി അടച്ചിടാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഫാക്ടറിക്ക് എത്ര ടൺ സംസ്കരിക്കാൻ കഴിയുമെന്നുൾപ്പെടെ പരിഗണിച്ചാകും തീരുമാനം. സമരക്കാർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഷാഫി പറമ്പിൽ MPയെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഡിവൈഎസ്പി ഹരിപ്രസാദ് ക്രിമിനൽ ഗുണ്ടയാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPയെ അടിച്ച അഭിലാഷ് ഡേവിഡ് പോക്സോ കേസ് പ്രതിയാണെന്നും പ്രവീൺകുമാർ ആരോപിച്ചു. കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് വർധനയിൽ തിരുവനന്തപുരത്ത് SFI പ്രതിഷേധം. വെള്ളായണി കാർഷിക കോളേജിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് നടത്തും. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. VCയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി. മോഹൻലാലിന്റെ മകൾ വിസ്മയയും അഭിനയ രംഗത്തേക്ക്. വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നു. മോഹൻലാൽ കുടുംബസമേതമാണ് പൂജയ്ക്കെത്തിയത്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടക്കം. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ സിനിമയും. സഹോദരൻ പ്രണവിന് പിന്നാലെയാണ് വിസ്മയും സിനിമയിലേക്ക് എത്തുന്നത്. മകൾ സിനിമയിലേക്ക് എത്തിയതിൽ സന്തോഷമെന്ന് മോഹൻലാൽ. അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി, അപ്പോൾ അതിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകണം. അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫ്രം മൈ ഹാർട്ട്, ഫ്രം മൈ ഫാമിലി, ഫ്രം ദ ഫ്രറ്റേണിറ്റി. എല്ലാ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ. ഈ വർഷം വളരെ സ്പെഷ്യൽ എന്ന് സുചിത്ര മോഹൻലാൽ. മായ, ദിസ് ഈസ് ഫോർ യു. With your grandparents' blessings, ഇവിടെയുള്ള എല്ലാവരുടെയും blessings, and by the grace of God, I wish you all the very best in your new beginning for your തുടക്കം. ആന്റണി പെരുമ്പാവൂരിന്റെ മകനും തുടക്കത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. എഴുത്തുകാരിയും ചിത്രകാരിയുമായ വിസ്മയുടെ ആദ്യ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. മീഡിയ 1 കൊച്ചി. അട്ടപ്പാടിയിലെ മൂപ്പിൽ നായർ വക ഭൂമി രജിസ്ട്രേഷനും കൈമാറ്റവും നിർത്തിവെക്കണമെന്ന് പാലക്കാട് കലക്ടറുടെ ഉത്തരവ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ ഭൂമിയിലെ രജിസ്ട്രേഷൻ നിർത്തിവെക്കണമെന്ന് രജിസ്ട്രേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് വൻതോതിൽ ഭൂമി വിൽപ്പന നടന്ന പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. മണ്ണാർക്കാട്ടെ നാടുവാഴിയായിരുന്ന മൂപ്പിൽ നായരുടെ കൈവശമായിരുന്നു മണ്ണാർക്കാട്ടെയും അട്ടപ്പാടിയിലെയും ഭൂരിഭാഗം ഭൂമിയും. ഇപ്പോഴും പല റവന്യൂ രേഖകളിലും സർക്കാർ ഭൂമി മൂപ്പിൽ നായർ വക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം മൂപ്പിൽ നായർ വക ഭൂമിയിലെ വലിയൊരളവ് സർക്കാർ പലർക്കായി പതിച്ചു നൽകി. സമീപകാലത്താണ് മൂപ്പിൽ നായർ കുടുംബത്തിലെ 33 പേർ ചേർന്ന് വ്യാപകമായി പലർക്കുമായി ഭൂമി വിറ്റത്. 575 ഏക്കർ ഭൂമിയാണ് വിറ്റത്. കോട്ടത്തറ വില്ലേജിൽ മാത്രം 2000 ഏക്കർ ഭൂമി മൂപ്പിൽ നായർ കുടുംബത്തിനുണ്ടെന്നാണ് അവകാശവാദം. തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധിയുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു. വിൽപ്പന നടത്തിയ ഭൂമിയിൽ സർക്കാർ ഭൂമിയും ആദിവാസി ഭൂമിയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പരാതി.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പിൽ നായരുടെ പേരിലുള്ള ഭൂമി കൈമാറ്റമോ രജിസ്ട്രേഷനോ നടത്തരുതെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. രജിസ്ട്രേഷൻ വകുപ്പിന് ജില്ലാ കളക്ടർ കത്ത് നൽകി. നിലവിൽ വിൽപ്പന നടന്ന സ്ഥലങ്ങളുടെ പരിശോധന നടത്താനും സാധ്യതയുണ്ട്. ഒരു ദിവസം തന്നെ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 37 ആധാരങ്ങൾ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കാനാണ് സാധ്യത. മീഡിയ 1 പാലക്കാട്. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ ദുരിതാശ്വാസ ക്യാമ്പിൽ നടത്തിയ പട്ടിണി സമരം കലക്ടറുടെ ഉറപ്പിനെ തുടർന്ന് അവസാനിപ്പിച്ചു. നാളെ നടക്കുന്ന യോഗത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്ന് കലക്ടർ ഉറപ്പു നൽകി. നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലെ പട്ടിണി സമരം. 44 കുടുംബങ്ങളാണ് അടിമാലി ഹൈസ്കൂളിൽ കഴിഞ്ഞ 5 ദിവസമായി പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. പുനരധിവാസം അനന്തമായി നീണ്ടതോടെയാണ് ക്യാമ്പിൽ പ്രതിഷേധമുയർന്നത്. രാവിലെ മുതൽ അടുക്കള പ്രവർത്തിച്ചില്ല. കൊച്ചുകുട്ടികളടക്കം പട്ടിണി കിടന്നു. ഞങ്ങൾക്ക് ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങളുടെ ഒരു കാര്യത്തിന് ഒരു നിലപാടില്ല ഇവർക്ക്. അതിൽ മാറാനും ഇതിൽ മാറാനും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അത് അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പൊതുവായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ നാളത്തെ അവരുടെ ഇതിലും തീർപ്പായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷം വീട്ടിലേക്ക് തന്നെ മടങ്ങി ആ വീടുകളിൽ കൂടെ താമസിക്കാനും ഒക്കെയാണ് ഞങ്ങളുടെ തീരുമാനം. പ്രശ്നം പരിഹരിക്കാൻ കളക്ടർ ഇടപെട്ടു. നാളത്തെ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകും. ഇതൊരു സൂചനയാണ്. സൂചനയില്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ സമരപരിപാടികളായിട്ട് വീണ്ടും നിരത്തിലിറങ്ങും. ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതിൽ നിന്നും പറയാനുള്ളത്. നഷ്ടപരിഹാരവും പുനരധിവാസവും ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല. മീഡിയ 1 ഇടുക്കി. എറണാകുളം മൂവാറ്റുപുഴയിൽ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സൈബർ ഹണ്ടിന്റെ ഭാഗമായാണ് നടപടി. 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ വിട്ടയച്ചു. അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ക്രമക്കേടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വിട്ടയച്ചത്. കൊല്ലം ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാവാത്തതിന് യുവതിയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചു. മുഖത്ത് പൊള്ളലേറ്റ റജിയിലെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഞ്ചിപ്പെട്ടി സ്വദേശി റജില ഗഫൂറിനെ ആക്രമിച്ച ഭർത്താവ് സജീറിനെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തു. പ്രതി സജീർ കുറച്ചുനാളായി ഭാര്യയെ മന്ത്രവാദത്തിന് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് ഭസ്മവും തകിടും കൊണ്ടുവന്ന ശേഷം റജീലയോട് മുടി അഴിച്ചിട്ടിരിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് ആക്രമണമെന്നാണ് എഫ്ഐആർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനത്തിനായി ഖത്തറിലെത്തി. ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസി സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. അല്പസമയത്തിനുള്ളിൽ പ്രവാസി വ്യാപാര വാണിജ്യ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. വൈകിട്ട് 6-ന് മലയാള ഉത്സവം പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുടെ സംഘത്തിലുണ്ട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. പവന് 1400 രൂപ കുറഞ്ഞ് 88,360 രൂപയായി. ഗവേഷക വിദ്യാർത്ഥിനി അപമാനിച്ചെന്ന കേസിൽ റാപ്പർ വേടന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്. കേരളം വിടരുത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എല്ലാ ആഴ്ചയും ഹാജരാകണമെന്നീ വ്യവസ്ഥകൾ റദ്ദാക്കി. തിരുവനന്തപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അതിഥി തൊഴിലാളി മരിച്ചു. അപകടം വെള്ളനാട് ഉറിയാക്കോട് സൈമൺ റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിൽ. എറണാകുളത്ത് വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി കിഷോർ കുമാറാണ് പിടിയിലായത്. ബസ് ഷെഡ്യൂൾ തയ്യാറാക്കാൻ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ കൊണ്ടുവരുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ബജറ്റ് ടൂറിസത്തിനും സോഫ്റ്റ്വെയർ. തൃശൂർ മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്നതിനു പിന്നിൽ വൻ സംഘമെന്ന് പോലീസ്. പിടിയിലായത് ഗുണ്ടാ നേതാവ് കണ്ടെയ്നർ സാബുവും സംഘവും. കണ്ണൂർ പാനൂരിൽ നഗരസഭാ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തു. താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പരാതി. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. വൈകിട്ട് 3 മണിക്കാണ് മത്സരം. പരിക്കേറ്റ ഓപ്പണർ പ്രതിക റാവലിന് പകരം ഷഫാലി വർമ്മയാണ് ഇറങ്ങുന്നത്. ഓസ്ട്രേലിയ ക്യാപ്റ്റൻ അലീസ ഹീലി ടീമിൽ തിരിച്ചെത്തി.